കാസർഗോഡ് ഖാളിയും അതുപോലെ തന്നെ നിരവധി ശിഷ്യഗണങ്ങളുടെ ഗുരുനാഥനും അതോടൊപ്പം പട്ടിക്കാട് ജാമിയ നൂരിയ അറബിയയുടെ പ്രധാന ഗുരുനാഥനുമൊക്കെയായ ബഹുമാനപ്പെട്ട ആലിക്കുട്ടി മുസ്ലിയാർ എന്ന് പറയുന്ന ബഹുമാനപ്പെട്ട ഉസ്താദ് അവറുകൾ അള്ളാഹുവിന്റെ റഹ്മത്തിലേക്ക് ഇന്ന് യാത്രയായി. അള്ളാഹുവേ, ഉസ്താദിന്റെ ഖബർ നീ സ്വർഗത്തിന്റെ വീടാക്കണേ റഹ്മാനെ. എല്ലാ സന്തോഷങ്ങളും ഉസ്താദിന് ഖബറിൽ നീ നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ്. ജീവിതകാലത്ത് ചെയ്ത എല്ലാ നന്മകളും അള്ളാഹുവേ ഖബറിൽ നീ ഒരു നേരം പോക്കാക്കി കൊടുക്കണേ അല്ലാഹ്. ഒരുപാട് ശിഷ്യന്മാരുടെ ഗുരുനാഥനാണ്. വളരെയധികം വിനയാന്വിതനായി സംസാരിക്കുന്ന നല്ല ഒരു സ്വഭാവത്തിന്റെ ഉടമയാണ് ഉസ്താദ്. പലപ്പോഴായി കാസർഗോഡ് നിന്ന് കോഴിക്കോടേക്കുള്ള യാത്രാവേളയിൽ, അതല്ലെങ്കിൽ കോഴിക്കോട് നിന്ന് കാസർഗോഡേക്കുള്ള യാത്രാവേളയിൽ ഉസ്താദ് അവറുകളെ ട്രെയിനിൽ കണ്ടുമുട്ടുകയും ഒരുപാട് സമയം സംസാരിക്കുകയും അങ്ങനെ ഉസ്താദിനെ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് കൈപിടിച്ച് ഉസ്താദിന്റെ വാഹനത്തിലേക്ക് കയറ്റി കൊടുക്കാനും ഒക്കെ ഈ വിനീതന് അവസരമുണ്ടായിട്ടുണ്ട്. ആ സംസാരിക്കുന്ന സമയങ്ങളിലെല്ലാം ബഹുമാനപ്പെട്ട ശൈഖുന എ പി ഉസ്താദിനെ കുറിച്ചും അതുപോലെ നമ്മുടെ ആലിമീങ്ങളെ കുറിച്ചും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നല്ലത് മാത്രമേ ഉസ്താദ് പറയാറുള്ളൂ. അങ്ങനെ നല്ല ഒരു സ്വഭാവത്തിന്റെ ഉടമയായിരുന്നു. ആരോടും വൈരാഗ്യമോ വെറുപ്പോ വിദ്വേഷമോ ഉസ്താദിന്റെ ഖൽബുകളിൽ ഉണ്ടായിരുന്നില്ല എന്നുള്ളത് ഉസ്താദിനെ പരിചയപ്പെട്ട അന്ന് മുതൽ എനിക്ക് മനസ്സിലായ ഒരു യാഥാർത്ഥ്യമാണ്. ഉസ്താദ് അവറുകൾ ഇന്ന് മരണപ്പെട്ടു പോയി. അല്ലാഹുവേ, ഉസ്താദിന് നീ ദർജ നീ വർദ്ധിപ്പിച്ചു കൊടുക്കണേ അല്ലാഹ്. മഗ്ഫിറത്തും മർഹമത്തും നീ നൽകണേ റഹ്മാനെ. മണ്ണറ നീ മണിയറയാക്കണേ അല്ലാഹ്. എല്ലാവരും ഉസ്താദിന്റെ പേരിൽ ഒരു ഫാത്തിഹ ഓതണം. അൽ ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അർറഹ്മാനിർ റഹീം. മാലികി യൗമിദ്ദീൻ. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. അല്ലാഹുവേ, ഞങ്ങൾ ഓതിയ ഫാത്തിഹയുടെ മുന്തിയ മിസ്ല സവാബ് ഉസ്താദിന്റെ ഖബറിലേക്ക് നീ എത്തിക്കണേ അല്ലാഹ്.